ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പവിത്രത്തിൽ നമ്മുടെ വേദയുടെ അടുത്ത് വിക്രം എത്തിയിട്ടോ. പലതര ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടായാലും വേദ വിക്രത്തിനെ തൻ്റെ അടുത്ത് ചേർത്ത് നിർത്തിയിരിക്കുകയാണ് കേട്ടോ. ഇനി നമ്മുടെ വേദയുടെയും വിക്രത്തിൻ്റെയും ചെറിയ പ്രണയ നിമിഷങ്ങൾ തന്നെ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും അവരുടെ പ്രണയത്തിൻ്റെ ഒടുവിൽ അവർ തമ്മിൽ ഒന്നിക്കുന്നത് തന്നെ നമുക്ക് കാണാം. അതേപോലെ തന്നെ നമ്മുടെ വേദ വിക്രത്തിനെ അവിടെ താമസിപ്പിച്ചിരിക്കുകയാണെന്നുള്ള ചെറിയൊരു സൂചന നമ്മുടെ ശ്രീകാന്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ ചന്ദ്രശേഖരൻ അങ്കിൾ തന്നെ പറയുന്നുണ്ട്, നമ്മൾ പറയുന്നതും ചെയ്യുന്നതും പല കാര്യങ്ങളും ലീക്ക് ആവുന്നുണ്ട്. അത് നിൻ്റെ അനിയത്തി തന്നെ ഒറ്റിക്കൊടുക്കുന്നതാണോ, അതോ നിൻ്റെ വീട്ടിൽ തന്നെയാണോ വിക്രത്തിനെ താമസിപ്പിക്കണം നിൻ്റെ അനിയത്തി എന്നൊക്കെ ചന്ദ്രശേഖരൻ അങ്കിൾ നമ്മുടെ ശ്രീകാന്തിനോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രീകാന്തിന് ചെറിയൊരു സംശയം തോന്നി. ഇൻസ്പെക്ടർ സാബു ആണെങ്കിൽ ഇപ്പോൾ ആശുപത്രിയിലാണല്ലോ. അപ്പോൾ സാബുവിനെ വിളിച്ച് പറഞ്ഞ് സ്റ്റേഷനിൽ നിന്നും നമ്മുടെ വേദയുടെ വീട്ടിലേക്കൊരു റെയ്ഡ് തന്നെ നടത്തുകയാണ് കേട്ടോ. അപ്പോൾ പോലീസുകാരെല്ലാം വന്ന് നമ്മുടെ വേദയുടെ വീട് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളിവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കണമെന്ന് പറയുമ്പോൾ പറയും, സുധാകരൻ മാഷിൻ്റെ മകൻ വിക്രം സുധാകരൻ ഇവിടെ ഒളിച്ച് താമസിക്കുന്നുണ്ടെന്നൊരു വിവരം ലഭിച്ചു, അതുകൊണ്ട് ഞങ്ങൾ അന്വേഷിക്കാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞ് വേദയുടെ റൂമൊക്കെ ചെക്ക് ചെയ്യണമെന്ന് പറയുകയാണല്ലോ. അപ്പോൾ സ്റ്റെപ്പ് കയറി പോലീസുകാർ വരുന്ന ഒച്ച കേട്ടപ്പോൾ തന്നെ വിക്രത്തിന് മനസ്സിലായി എന്തോ ഒരു പന്തികേടുണ്ടെന്ന്. വേഗം തന്നെ വേദയാണെങ്കിൽ താഴെയായിരുന്നു ആ സമയത്ത്. വേഗം തന്നെ വിക്രം പോലീസുകാരുടെ കണ്ണിൽപ്പെടാതെ ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിക്രം ഒരു വിധത്തിൽ പോലീസുകാരുടെ കണ്ണിൽപ്പെടാതെ ഒളിക്കുകയാണ്. അപ്പോൾ പോലീസുകാർ വന്ന് റൂമിലൊക്കെ നോക്കുമ്പോൾ അവിടെ ആരെയും കാണില്ല. അതിൻ്റെ ഇടയിൽ നമ്മുടെ വേദയുടെ കൈ അറിയാതെ വാതിലിൻ്റെ ഇടയിൽപ്പെട്ട് പോലീസുകാരെ വാതിലടയ്ക്കുമ്പോൾ വേദയുടെ കൈ അതിൽ പെടുന്നുണ്ട് കേട്ടോ. ഭയങ്കര വേദന സഹിച്ചിട്ടായാലും വേദ മിണ്ടാതെ ഇരിക്കുകയാണ് കേട്ടോ, എല്ലാം വിക്രത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ശ്രീകാന്തിൻ്റെ ഒറ്റലായിരുന്നു നമ്മുടെ വേദയുടെ റൂമും ആ വീടും സെർച്ച് ചെയ്യാനുള്ള ഓർഡർ. അപ്പോൾ എന്തായാലും കാത്തു തന്നെ ഇരുന്ന് കാണാൻ നമുക്ക്. ശ്രീകാന്തിൻ്റെ കള്ളത്തരങ്ങൾ ഓരോന്നോരോന്നായിട്ട് വേദ പൊളിച്ചടക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.